ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ചെമ്പ്രവട്ടത്തുള്ള പ്രസാദ് രേഷ്മ ദമ്പതികളുടെ വീടാണ് കേട്ടോ. ഇരുനിലയിലായി 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഒത്തിരി ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, നല്ല ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു വീടൊക്കെ വേണമെന്ന്. വളരെ മനോഹരമായ രീതിയിൽ ഒരു മോഡേൺ എക്സ്റ്റീരിയറും ഒപ്പം ഒത്തിരി ട്രഡീഷണൽ ആയ രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഇന്റീരിയറും ചെയ്തൊരു വീടാണ് കേട്ടോ ഇത്. ഏകദേശം 13 സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. ഈ വീട് മൊത്തത്തിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ പണി കഴിപ്പിക്കാനായിട്ടുള്ളത് 30 ലക്ഷം രൂപയാണ് കേട്ടോ. 30 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഈ വീട് അത്രയും വേർത്താണ്. കാരണം ഉള്ളിലെ ഡിസൈനിങ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീടിന്റെ എക്സ്റ്റീരിയറിൽ ഇതാ മൊത്തത്തിൽ ഇതുപോലെ വൈറ്റ് കളറിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ വരുന്നത്. കൂടാതെ മുകളിൽ എലിവേഷനിലായിട്ട് ഒരു റെയിലിംഗ് വരുന്നുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷന് ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വീടിന്റെ ഷോവാൾസ് ഒക്കെ ഇതുപോലെ സിമ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിലും ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വീടിന്റെ വലതുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഇതുപോലെ നല്ല രസത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഡേ വ്യൂ നിങ്ങൾ കണ്ടില്ലേ? ഇനിയിപ്പോ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ മുകളിലായിട്ട് ഒരു റെയിലിംഗ് വരുന്നില്ലേ, ആ ഭാഗത്തായിട്ടൊക്കെ നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നൈറ്റ് വ്യൂ വന്നിട്ട് ഇതുപോലെ മൊത്തത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഈ വീടിന്റെ മനോഹരമായ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രീം ബിൽഡേഴ്സ് ആലിങ്ങലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ നൈറ്റ് ലുക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനിയിപ്പോ നമ്മളിത് സിറ്റ് ഔട്ടിലേക്കൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ വരുന്ന 2 സ്റ്റെപ്പിലായിട്ടും ബേസിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്റ്റെപ്പിന് 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും 2 പ്ലാന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് ബോക്സിനോട് ചേർന്ന് ആ ഭാഗത്തായിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ കൂടി വരുന്നുണ്ട്. ഇനി നമ്മളിത് സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ 434 160 സൈസിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് ബോർഡറിലായിട്ട് ഗ്രാനൈറ്റും മറ്റു ഭാഗത്തായിട്ട് മാർബണൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ട് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. പില്ലറിലായിട്ട് ക്ലാഡ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ സിറ്റ് ഔട്ടിൽ വോളിലായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. തേക്കിന്റെ വുഡിലാണ് കേട്ടോ ഈ വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. വിൻഡോസ് മാത്രമല്ല നമ്മുടെ മെയിൻ ഡോർ വന്നിട്ടും തേക്കിന്റെ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ഡബിൾ ഡോർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഡോറിന് മാച്ച് ആയ തരത്തിൽ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ വാ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. 434 407 സൈസിലാണ് ഈ ലിവിംഗ് ഏരിയ വരുന്നത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാസേജ് വരുന്ന ആ ഭാഗത്തൊക്കെ ഒരു വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിവിംഗിന്റെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ മാർബണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നീളത്തിൽ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ ആണ് കേട്ടോ. ഏകദേശം 32,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമും കൂടാതെ കീ ഒക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങറും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഷോ വാൾ വന്നിട്ട്.
ഇവിടെ TV യൂണിറ്റ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ നല്ല എലഗൻ ലുക്കിലുള്ള ഒരു ഡ്രോയറും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഷോവാളിലായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിന് രണ്ട് വശത്തായിട്ടും രണ്ട് ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ട്രഡീഷണൽ ലുക്കിൽ വരുന്ന വോൾ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ നമ്മുടെ ലിവിങ്ങിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റെയറും വരുന്നത്. നമ്മുടെ സ്റ്റെയർ ഈ ഹോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റെയറിന്റെ ഇങ്ങനെ താഴ്ഭാഗത്തായിട്ടും ഇവിടെ സീലിംഗിലായിട്ടൊക്കെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതാ ഇവിടെ ഒരു മിനി കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സും കൂടാതെ പറയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല രസത്തിലാണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലൊരു കുഞ്ഞു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ നേരെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ സ്റ്റെയറിന്റെ ആ വോളിലായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈനിങ് ആണ്. ഒരു മയിൽപ്പീലി ഡിസൈനിങ്ങും അതിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കൃഷ്ണനെ ഒക്കെ വെച്ചിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തിന്റെ വോളിലായിട്ട് ഇതുപോലെ ഒരു വിന്റേജ് ക്ലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഡൈനിങ് ഒക്കെ വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് കാണുന്ന വോളിലൊക്കെ ആയിട്ട് ഒരു ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരുന്ന രീതിക്കുള്ള വോൾ ഫ്രെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ 384-300 സൈസിലാണ് കേട്ടോ ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 22,000 രൂപയാണ് കേട്ടോ ഈ ടേബിളിനായിട്ടുള്ളത്. ഇതുപോലെ പ്രിന്റഡ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഗ്ലാസ്സിലായിട്ട്. ഇനി ഇവിടെ ചെയർ നോക്കുകയാണെങ്കിലും ഇതാ നല്ല കുഷ്യൻ ടൈപ്പിൽ വരുന്ന ചെയർ ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചെയർ ആണ് കേട്ടോ ഇത്. ഈ ചെയറിന് ഏകദേശം 1,4,500 രൂപ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചെയറും ടേബിളൊക്കെ കൂടി ഏകദേശം 50,000 രൂപന്റെ അടുത്തായിട്ടുണ്ട്. ഇനി നമ്മുടെ ടേബിളിന് നേരെ കാണുന്ന ആ ഭാഗത്തെ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. അവിടുന്ന് ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡും മൈക്കൊട്ടിച്ച് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഒരു ഷോക്കേസിലായിട്ട് നല്ല ഭംഗിയിൽ ഒത്തിരി ട്രഡീഷണൽ ടച്ച് തോന്നിക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഐറ്റംസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. കൂടാതെ ആ വോളിലായിട്ട് നല്ല ഭംഗിയിൽ ഇതുപോലെ വലിയൊരു നെറ്റിപ്പട്ടത്തിന്റെ വോൾ ഡെക്കറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ബാക്ക് വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു മിറർ ആയാലും അതുപോലെ വാഷ് ബേസിൻ ഒക്കെ ആയാലും ഒത്തിരി വെറൈറ്റിയിലാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് ഈ ആലിലന്റെ ഡിസൈനിൽ വരുന്ന ആ ഒരു LED ലൈറ്റ് മിറർ ആണ് കേട്ടോ. കൂടാതെ ഉരുളിയിലാണ് കേട്ടോ ഇവിടെ വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ടും സൂപ്പർ ആയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യേ. ഇനിയിപ്പോ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അവിടെ ആയിട്ട് തന്നെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് കിച്ചൺ നോക്കാം. ഒരു വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ കിച്ചന്റെ ഡോറൊക്കെ വന്നിട്ടുള്ളത്. 384-257 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ വുഡൻ ടൈപ്പിൽ ടൈല് കൊടുത്തിട്ടാണ്. ഇനി നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു വുഡൻ വൈറ്റ് ടച്ചിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആ ഒരു കീപ്പ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ കിച്ചണിലേക്ക് നല്ല വെന്റിലേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ഡബിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഓരോ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്തും ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ വോളിലത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസിന്റെ ചിമ്മിണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒത്തിരി ഷോ ഐറ്റംസും വോളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്കാണ് കേട്ടോ ഓരോ ക്യാബിൻസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ വുഡൻ ടൈപ്പിലൊക്കെ കാണുന്നത് വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ. അപ്പൊ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കിച്ചന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്നതിന്റെ മുന്നായിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഇന്റീരിയർ വർക്കില്ലേ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വർക്ക് ചെയ്യാൻ ആകെ ആയിട്ടുള്ളത് 1,75,000 രൂപ ആണ് കേട്ടോ. ഈ വീടിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈനിങ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് ഒത്തിരി വർത്ത് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പൊ ഈ അഫോർഡബിൾ റേറ്റിന് ഇത്രയും മനോഹരമായ
മനോഹരമായ രീതിയിൽ അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആർക്കിയ ഇന്റീരിയേഴ്സ് എന്നാണ് പേര്, ചെമ്പ്രവട്ടാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ കിച്ചന്റെ ബാക്കി വിശേഷങ്ങളായാലും ഒപ്പം ഇവിടുത്തെ റൂം ആയാലും വാർഡ്രോബ് ഒക്കെ ആയാലും ഒത്തിരി ഭംഗിയിലെന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ആ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. അപ്പൊ വീണ്ടും ഇതേ നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ മാത്രല്ല കേട്ടോ, മുകളിലായിട്ടും ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സെയിം വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ വരുന്നത്. ആ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കിച്ചണിലെ മൊത്തത്തിൽ ഇതാ നല്ല ഭംഗിയിൽ വരുന്ന ടൈലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്, നമുക്ക് അത് നോക്കല്ലേ. ഇത് പ്ലാനിൽ വരാത്തതായതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് ഇൻക്ലൂഡ് അല്ല കേട്ടോ. അപ്പൊ ദാ ഇവിടെ ഫ്ലോറിലായിട്ട് വേറൊരു ടൈപ്പിൽ വരുന്ന വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ദാ ഇവിടെ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ അത്. പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് ഇതേ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു റെയിലിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നത് ഈ ഭാഗത്തെ വോളിലായിട്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനിയിപ്പോ അത് വന്നിട്ട് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് അടുപ്പും അതുപോലെ സിങ്കും ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തിലാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പാത്ര സ്റ്റാൻഡും അതുപോലെ തന്നെ സിങ്കിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടാ. പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഉന്തിയിട്ട് ആ ഭാഗത്തായിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടാണ് പാത്ര സ്റ്റാൻഡ് വരുന്നത്. ഇനിയിപ്പോ അവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ട് അതിലായിട്ട് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിക്കാണേ. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കിച്ചനോട് ചേർന്നതാ ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് അത് നോക്കാം. 330-360 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. ഫാമിലി കോട്ടാണ് കേട്ടോ. കോട്ടിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഇതാ ഇതുപോലെ കുഷ്യൻ ടൈപ്പിൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇനി അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ഈ റൂമിന്റെ ഷോ വാളാണ് കേട്ടോ ഇത്. അവിടെ ആയിട്ട് ഗ്രീൻ കളറിലെ നല്ല ഭംഗിയിലാണ് കേട്ടോ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വോളായിട്ട് തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ലൊരു മെറ്റൽ വോൾ ഡെക്കറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിലൊന്നും കർട്ടൻസ് വരുന്നില്ല കേട്ടാ. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് അലുമിനിയത്തിന്റെ PVC ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട്. വാർഡ്രോബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയക്കുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ ഇതാ ഇതുപോലെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സീലിംഗ് കണ്ടില്ലല്ലോ. സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളത് ഇവിടുത്തെ ബാത്റൂമിലേക്ക് വരുമ്പോൾ 120-225 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം സൗകര്യമൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടാമതായിട്ട് കാണാൻ പോകുന്നത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ് കേട്ടാ. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഏകദേശം 330-360 സൈസിൽ തന്നെയാണ് നമ്മുടെ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ വോളിനോട് ചേർന്ന് രണ്ട് വശത്തായിട്ടും രണ്ട് സിംഗിൾ ബെഡാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടാ. ഇനി അതിന് നടുക്കായിട്ട് തന്നെ ഒരു തയ്യൽ മെഷീൻ കൂടി വരുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഷോവാളായിട്ട് നോക്കിയാൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വിൻഡോസിലായിട്ടൊന്നും ഇവിടെയും കർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലാണ് വരുന്നത്. പക്ഷെ ഡബിൾ ഡോർ ആയിട്ടാണ്. ഇവിടെ സൈഡിലായിട്ടാണ് കേട്ടോ ഇതുപോലെ മിറർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ തീം വന്നിട്ടും അടിപൊളിയായിട്ടില്ലേ. ഇനി ഇവിടെ ആയിട്ടും ബാത്റൂം വരുന്നുണ്ട്. 225-130 സൈസിൽ വരുന്ന നമ്മുടെ ഈ ബാത്റൂമിലായിട്ട് ഇതാ ഫുൾ ആയിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കണ്ടേ. അതിനായിട്ട് ഇതാ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിന്റെ ഫ്ലോറിലൊക്കെ ആയിട്ട് നമ്മൾ പാസേജിൽ കണ്ട ആ ഒരു സെയിം വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിംഗ് ഇതുപോലെ വുഡൻ ബ്ലാക്ക് തീമിൽ GI സ്ക്വയർ പൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
നമ്മുടെ ഈ ഹോളിനെ ഒത്തിരി മനോഹരാക്കുന്ന തരത്തിലാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റെയറിന്റെ ആ ഒരു സെറ്റിങ്സ് വന്നിട്ട് നോക്കി നിങ്ങള് നല്ല ഭംഗിയില്ലേ കാണാന്. കൂടാതെ ആ സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ആ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇതാ മുകളിൽ സ്റ്റെയർ ഏരിയയിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ കോർണറിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ലിവിംഗിലെ ഷോവാളിൽ കണ്ട ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഹോളിലേക്കൊക്കെ പ്രകാശം കിട്ടുന്ന രീതിയിൽ ആ വോളിലായിട്ട് ഇതുപോലെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാനിലെ സൈസ് അനുസരിച്ച് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിനടുത്തും ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ഏകദേശം 500 സ്ക്വയർ ഫീറ്റിനടുത്തുമാണ് കേട്ടോ വരുന്നത്. ഇവിടെ സ്റ്റെയർ ഏരിയയിലെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് അതിലായിട്ട് ഗ്ലാസും ബ്ലൂ ലൈറ്റ്സും വൈറ്റ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രസം കേട്ടോ അത് കാണാൻ. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 230 356 സൈസിൽ ഒരു ഹോള് വരുന്നുണ്ട്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ടതിനും വ്യത്യസ്തമായ രീതിയിൽ വരുന്ന ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്വിംഗ് ഏരിയ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി ഊഞ്ഞാലാണ് കേട്ടോ വരുന്നത്. ഇനി ആ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന വാൾ ഡെക്കേഴ്സും വാൾ ഫ്രെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കേസും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഭാഗത്ത് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിലൊന്നും കർട്ടൻസ് വരുന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഇവിടെ മുകളിലായിട്ട് ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ആ ഭാഗത്ത് കാണുന്നത് ബാൽക്കണിയാണ്. അപ്പൊ ഇനി 330 360 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ റൂമിൽ ഈ ഒരു നടുക്കായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ആ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഇതുപോലെ മിറർ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് ഷോവാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സിൽവർ ടച്ചിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല രസം കിട്ടും അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ വോളിലായിട്ട് 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിട്ടൊരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് സൈഡ് മിററും വരുന്നുണ്ട്. ഇനി ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 225 130 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെ 3 റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 3 ബാത്റൂമും വന്നിട്ട് ഏകദേശം സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവസാനമായിട്ട് ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ബാൽക്കണി വന്നിട്ട് ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 435 165 സൈസിൽ വരുന്ന നമ്മുടെ ഈ ബാൽക്കണിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വോളിൽ ഇതുപോലെ ഒരു പരഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടാ. പറഗോളക്കുള്ളിൽ വരുന്ന ഒരു ലൈറ്റ്സ് കൂടാതെ ഇവിടെ സീലിംഗിലായിട്ടൊക്കെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ. അവിടുന്ന് നമുക്കൊരു കുഞ്ഞു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ പോലെയും ചെയ്തിട്ടുണ്ട്. ആ സിറ്റിംഗ് ഏരിയയിൽ ബേസിലൊക്കെ ആയിട്ട് ആ ഒരു വുഡൻ ടൈപ്പ് ടൈൽ തന്നെയാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ താഴേന്ന് കണ്ടിരുന്നില്ലേ ആ ഒരു റെയിലിംഗ് വന്നിട്ട് അവിടെ ആയിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീടിന്റെ പ്ലാൻ ആവശ്യമുള്ളവർക്കായിട്ട് പ്ലാൻ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു നിലയിലായിട്ട് 3 ബെഡ്റൂമോട് കൂടി ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും അതിലേറെ മനോഹരമായ രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്ത് നമ്മുടെ ഈ വീട് വെറും 30 ലക്ഷം രൂപക്കാണ് പണി കഴിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു പൈസക്ക് ഇത് വർത്ത് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.